അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങ് ജനുവരി 22 നടക്കുമ്പോൾ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് വിശ്രമമില്ല. രാമക്ഷേത്രത്തിന് കാരണക്കാരായ ബാൽ താക്കറയുടെ മകനെ അടക്കം രാമക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കാത്തതിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. BJP യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ ആയുധമാക്കുകയാണ് രാമക്ഷേത്രം. 2024 തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഏക ആയുധം രാമക്ഷേത്രമാണ്. 2014 2019 രാമക്ഷേത്രവും പുൽവാമയുമൊക്കെ പ്രധാന ആയുധമാക്കി തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയപ്പോൾ BJPക്ക് നല്ല വിജയം നേടാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇത്തവണ പ്രതിപക്ഷ സഖ്യം ശക്തി പ്രാപിക്കുകയും NDAയിലെ ചില പ്രധാന കക്ഷികൾ സഖ്യം വിട്ടുപോവുകയും ചെയ്തതോടെ അയോധ്യയിൽ സാഷ്ടാംഗം വീഴുക എന്നല്ലാതെ മറ്റു മാർഗമില്ലാതെ വന്നിരിക്കുകയാണ് BJPക്ക്. അതുകൊണ്ട് തന്നെ ശ്രീരാമനേക്കാൾ കേമനാണ് മോദി എന്നുള്ള തരത്തിൽ വരെ BJPക്കാർ പ്രചരിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ അയോധ്യയിലെ രാമക്ഷേത്രം ആരുടെയും തറവാട്ട് സ്വത്തല്ല എന്നുള്ള നിലപാട് തന്നെയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾക്കുള്ളത്. ഉദ്ഘാടന ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിച്ചുവെങ്കിലും മറ്റു ദിവസങ്ങളിൽ രാമക്ഷേത്ര ദർശനം നടത്താൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാവുകയാണ്. രാമക്ഷേത്രത്തിൽ പോകാൻ തയ്യാറെടുക്കുകയാണ് ശശി തരൂർ. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് BJP രാഷ്ട്രീയവൽക്കരിച്ചു എന്നതാണ് ശശി തരൂർ പറയുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം താൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ രാമക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ പോകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് മാത്രമേ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളൂവെന്നും മകരസംക്രാന്തി ദിനമായ ജനുവരി 15 കോൺഗ്രസ് രാമക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുമെന്നും ജനുവരി 22 ഒഴികെയുള്ള ഏത് ദിവസവും ക്ഷേത്രത്തിൽ പോകുമെന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, അധീർ രഞ്ജൻ ചൗധരി എന്നിവരെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നുവെങ്കിലും ചടങ്ങ് രാഷ്ട്രീയവൽക്കരിച്ചെന്ന് ആരോപിച്ചാണ് അവർ ക്ഷണം നിരസിച്ചത്. ഇപ്പോൾ കോൺഗ്രസ് നിലപാടിനൊപ്പമാണ് മറ്റുള്ള പാർട്ടികളും വരുന്നത്. ജനുവരി 22 രാമക്ഷേത്രത്തിൽ പല പാർട്ടികളിലെയും നേതാക്കന്മാർ പോകുന്നില്ല. എന്നാൽ അത് കഴിഞ്ഞ് പലരും രാമക്ഷേത്രത്തിൽ പോകുകയും ചെയ്യുന്നുണ്ട്. ഭാരത് ജോഡോ ന്യായ് യാത്രക്കിടയിൽ ഒരുപക്ഷെ രാഹുലും രാമക്ഷേത്രം സന്ദർശിച്ചേക്കും. 11 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്ര ഉത്തർപ്രദേശിലുണ്ട്. ഫെബ്രുവരി പകുതിയോടെയാണ് രാഹുൽ ഉത്തർപ്രദേശിൽ കടക്കുന്നത്. സ്വാഭാവികമായും രാഹുലും രാമക്ഷേത്രത്തിൽ എത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന സൂചനകളും. കാരണം രാമക്ഷേത്രത്തെ BJP രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് തടയിടണമെങ്കിൽ അത് BJPയുടെ മാത്രം തറവാട്ട് സ്വത്തല്ല എന്ന് തെളിയിക്കാൻ രാഹുൽ തന്നെ മുൻകൈ എടുക്കേണ്ടതുണ്ട് എന്നതാണ് ചില രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.